നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോയിൽ ഒരു അടിപൊളി കളറാട്ടോ. നിങ്ങൾക്ക് കളർ എങ്ങനെ കാണിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പിങ്ക് ഷെയ്ഡാണ് ശരിക്ക്. അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ലൈൻ പോലെ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺട്രാസ്റ്റിൽ ഇപ്പം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഗ്രീനുമായിട്ട് ഭയങ്കര അടിപൊളി മാച്ചിങ് ഉള്ളൊരു കളറാണ് ഇത്. പിന്നെ ഇല്ലെങ്കിൽ യെല്ലോ ഇടാം. അങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെ ഇടാൻ പറ്റുന്ന ഐറ്റംസാണ് കൂടുതലും ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് കയ്യിലുള്ള ായിട്ടൊക്കെ അങ്ങനെ മാച്ച് ചെയ്തെടുക്കാൻ പാകത്തിനാണ് കൂടുതലും റണ്ണിങ് ഫാബ്രിക്കുകൾ ഞാൻ കാണിക്കുന്നത്. നിങ്ങളുടെ സ്റ്റൈലിന് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തയ്ച്ചെടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് പ്രിൻ്റ് ആയിട്ടുള്ള ഐറ്റംസും കാണിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും മെയിൻ എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ആ ഒരു കോൺട്രാസ്റ്റിൽ നിങ്ങളുടെ കയ്യിലുള്ള ദുപ്പട്ട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാൻ പറ്റുമല്ലോ എന്ന് ഓർത്താം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് പോയിട്ടുണ്ട് ഇതിൽ. പിന്നെ ലൈൻ പോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡും. അപ്പോൾ അതുകൊണ്ട് കളറിന് എങ്ങനെയാണ് നിങ്ങൾക്ക് വേരിയേഷനിലാണോ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ല അടിപൊളി കളറാട്ടോ നേരിട്ട് കാണാനായിട്ട്. ലൈനിങ് ഇട്ട് ചെയ്യണം. ഇതൊരു ബ്ലെൻഡഡ് ഫാബ്രിക്കാണ്. ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. ഒരുപാടല്ല കേട്ടോ, അത്ര അങ്ങനെ കാണത്തൊന്നുമില്ല. എന്നാൽ ലൈനിങ് വേണം. പിന്നെ നിങ്ങളിത് വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഈ ബ്ലെൻഡഡ് ഫാബ്രിക് ആയതുകൊണ്ട് ശക്കല ഒന്ന് ഒതുങ്ങും. നമ്മുടെ ചന്തേരി മിക്സഡ് ഫാബ്രിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒന്ന് ജസ്റ്റ് മുക്കി പൊക്കി ഒന്ന് അയൺ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനത്തെ മോഡലൊക്കെ നിങ്ങൾ ലൈനിങ്ങോട് എടുത്തൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അതൊക്കെ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇതിനൊക്കെയാണെങ്കിലും ഞാനിപ്പോൾ ഈ ഒരു പ്രൈസ് ആണെങ്കിലും വലിയ റേറ്റ് കൂടിയ ഐറ്റംസ് അല്ല. നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന സൈസ് ഐറ്റംസ്, റേറ്റ് ഉള്ള ഫാബ്രിക് ആട്ടോ. ഞാനിപ്പം ഓഫർ എന്ന് പറയാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു നല്ല പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് എല്ലാം തന്നെ തരുന്നത്. 2.5 മീറ്ററിൻ്റെ പ്രൈസ് ആട്ടോ ഞാൻ പറയുന്നത്. ഈ ബോർഡർ ഇങ്ങനെയല്ല കേട്ടോ. ഈ ബോർഡർ യൂസ് വരത്തില്ല. വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാനിങ്ങനെ പിടിച്ച് കാണിക്കുന്നതുകൊണ്ട് അത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് 2.5 മീറ്ററിൻ്റെ പ്രൈസ് ആട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ 1 മീറ്റർ പ്രൈസ്, 1 മീറ്ററിൻ്റെ പ്രൈസ് അല്ല. 2.5 മീറ്ററിന് നമുക്ക് ഒരു ടോപ്പ് മൊത്തത്തിൽ തയ്ക്കാനുള്ളതിൻ്റെ പ്രൈസാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 380 രൂപയുള്ളൂ കേട്ടോ. 380.